എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ് ചില്ലിയാണ്. വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണിത്. പനീറോ ചിക്കനോ ഒന്നും ഇല്ലാതെ തന്നെ മുട്ട വെച്ച് നമുക്ക് ചില്ലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനൊന്ന് പറയാം. വീഡിയോയിലോട്ട് കടന്നാലോ? ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ കുരുമുളക് പൊടി, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മുട്ട വെച്ച് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയ ശേഷമാണ് ചില്ലി ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഓംലെറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നേരത്തെ കലക്കി വെച്ച മുട്ടയുടെ കൂട്ട് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 2-3 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം മുട്ടയുടെ ഒരു സൈഡ് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം മറ്റേ സൈഡ് ഫ്രൈ ആയിട്ടുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം മുട്ടയൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബാറ്റർ തയ്യാറാക്കണം. ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഓരോ ക്യൂബ്സും അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എടുക്കാതിരിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് മുട്ടയുടെ ക്യൂബ്സുകൾ ഇട്ട് കൊടുക്കാം. മുട്ടയുടെ ക്യൂബ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതെല്ലാം ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നോക്കാം. ഇപ്പം മുട്ടയുടെ 2 സൈഡും ഇവിടെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതെല്ലാം കോരി മാറ്റാം. മുട്ടയൊക്കെ ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്യൂബ്സ് ആക്കി അരിഞ്ഞു വെച്ചേക്കുകയാണ്. ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതളുകളാക്കി ഉടർത്തി വെച്ചേക്കുകയാണ്. പിന്നെ 3 പച്ചമുളക് വേണം. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ സോസുകളാണ് വേണ്ടത്. സോയാ സോസ്, ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, കുറച്ച് വിനീഗർ. ഇനി എങ്ങനെയാണ് ചില്ലി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മുട്ട ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയി കിട്ടണം. ഇപ്പോൾ വെളുത്തുള്ളി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് കിട്ടണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സവാള ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അധികം വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ക്യാപ്സിക്കം വേണ്ടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് സോസുകൾ ചേർത്ത് കൊടുക്കാം. സോസുകൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സോസുകൾ ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1.5 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാർക്ക് സോയാ സോസാണിത്.
1 സ്പൂൺ ടൊമാറ്റോ സോസ് എടുക്കുന്നുണ്ട്, 2 സ്പൂൺ റെഡ് ചില്ലി സോസ് എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സോസുകളൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടകൾ ചേർത്ത് കൊടുക്കാം. മുട്ടയും സോസും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കഴിക്കാൻ എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 സ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കലക്കി വെച്ച കോൺഫ്ലവർ ആണത്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവും ഉപ്പും പുളിയും ഒക്കെ നോക്കാവുന്നതാണ്. സോസുകൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, അല്പം മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുത്തലുണ്ടാകും. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയോ സ്പ്രിംഗ് ഓണിയനോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് ചില്ലി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത് കഴിക്കാൻ. കണ്ടാൽ ആരും എഗ്ഗെന്നൊന്നും പറയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും വരാം.